കളക്ടറുമായിട്ട് സംസാരിക്കേണ്ടായി. അപ്പൊ ഈ കളക്ടർ പറഞ്ഞത് ഉടൻ പരിഹാരം ഉണ്ടാവുന്നതാണ്. ആ കാര്യത്തിൽ ഒരു വിശ്വാസമില്ല. എടവനക്കാട് പ്രദേശത്ത് ഒരു വിശ്വാസമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഉറപ്പ് കിട്ടിയാണത്. പക്ഷേ രംഗത്ത് വരുമ്പോൾ പോയി എസ്റ്റിമേറ്റ് എടുത്ത് പോയല്ലാണ്ട് ഒരു കല്ല് അവിടെ വന്നിട്ടില്ല 10-20 വർഷമായിട്ട്. ഇത് ഞങ്ങളവിടെ പോയി കാണും. നിങ്ങളൊന്ന് പോയി കാണും. എടവനക്കാട് 2.5 കിലോമീറ്റർ ഒന്ന് കാണും. ഇപ്പൊ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നീന്താ വന്നിരിക്കും. നായരമ്പലത്ത് വന്നിട്ട് ഇറങ്ങിയേക്കണം, കുഴിപ്പുള്ളിയിൽ വന്നിട്ട് ഇറങ്ങിയേക്കണം. ഇവിടെയുള്ള ഒന്നുമില്ല. തീരദേശ മേഖലയോട് ഏറ്റവും അടുത്ത് ഇറങ്ങുന്ന പ്രദേശമാണത്. വൈപ്പിങ്ങര നോക്കിയാൽ അവിടെ ഈ ടെട്രാപ്പാഡിന്റെ റോഡിൽ വന്ന് ഒരു കാശ് മുടക്കണം. 2.5 കിലോമീറ്റർ ഉള്ളൂ. ആ 2.5 കിലോമീറ്റർ വന്നേ തീരൂ, ഒരു സംശയമില്ല. നേരത്തെ റിപ്പോർട്ടറിനോട് കളക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ്, അവിടെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുന്നുള്ളതാണ്. ശാസ്ത്രീയമായ എന്റെ സാറേ, ഉടൻ പരിഹാരം കളക്ടർ ഉടൻ പരിഹാരം എന്തായി? ഈ ഉടൻ പരിഹാരം തുടങ്ങിയിട്ട് കാലം കുറേ. അതാണ് ഈ ജനങ്ങളിൽ കിടന്ന് ഞങ്ങളിത് തീരദേശവാസികൾ മാത്രമല്ല, ഈ പ്രദേശത്ത് മൊത്തം പേരുണ്ട്. സമരം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി എത്ര വരെ നീളും? എങ്ങനെയാണ് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം നിയമസഭയിൽ പ്രഖ്യാപിക്കണം. ഇതിനൊരു പരിഹാരം നിയമസഭയിൽ പ്രഖ്യാപനം. MLA ഇവിടെ ഉണ്ട്, ഇതിന്റെ മിനിസ്റ്റർ ഉണ്ട്, ഇവിടെ വന്നുള്ള എസ്റ്റിമേറ്റ് ഇപ്പൊ ഉണ്ട്. MLA പറയുന്ന ഈ എസ്റ്റിമേറ്റ് വിട്ടിട്ട് പാസ്സാവില്ലെന്നാണ്. നിയമസഭയിൽ പ്രഖ്യാപിക്കട്ടെ. ഇപ്പൊ ഉണ്ടല്ലോ നിയമസഭയിൽ പ്രഖ്യാപിക്കട്ടെ. കളക്ടർ വന്ന് ഉറപ്പ് വന്നു. നാളെ കളക്ടർ പോയാലോ എന്ത് ചെയ്യും? ഇവിടെ സംഭവിച്ചുകൊണ്ടെന്നാണ്. അതാണ് ജനങ്ങൾ ഇത്രയും രോഷം. ഇതിന് രാഷ്ട്രീയമില്ല, ജാതിയില്ല. ഞങ്ങളൊക്കെ റോഡിന് സൈഡ് താമസിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടേ കരളലിയാണ്. 5 പേരുടെ ബോഡിയാണ് പായയിൽ ചുമന്നുകൊണ്ടുപോയത്, മരിച്ചിട്ട്. അത് പറ്റില്ല. ഇതിന് പരിഹാരം കണ്ടത് MLA ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ? ഇവിടെ സമരം MLA വിവരം അറിയാം. MLA പറയണത് എസ്റ്റിമേറ്റ് കൊടുക്കുന്നുണ്ട്, പാസ്സാണില്ല. ഇത് നിയമസഭയിൽ പ്രഖ്യാപിച്ചേ പറ്റൂ. കളക്ടറോട് വന്നൊരു തീരുമാനം പറഞ്ഞാൽ പിന്നെ ഇവിടെ വരട്ടെ. കളക്ടർ ഇടപെട്ടിട്ട് നിയമസഭയിൽ പ്രഖ്യാപിക്കട്ടെ. അപ്പൊ ഒരു ധൈര്യമായി. ഇത് ഇന്നൊന്നല്ല, ഇത് 3-4 മാസമായി. 3-4 മാസം ഇതേപോലെ സമരം ഞങ്ങൾ മാറ്റി നിർത്തിയിരുന്നു. ഇപ്പൊ അണപൊട്ടിയൊക്കെയാണ് അവര്. ഇത് അവരെ പിടിച്ച കിട്ടില്ല. അവരെ കുറ്റം വേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊന്ന് പോയി നോക്കുക ആ കടപ്പുറത്തെ അവസ്ഥ. കരളലിരിക്കും നമ്മുടെ. നമുക്ക് ജീവിക്കാനുള്ളത് ജീവിക്കണ്ടേ? രാത്രി ഉറങ്ങിയിട്ടില്ല ഞങ്ങളത്. അത്രയും ഭയാനകമാണ് അവിടുത്തെ അവസ്ഥ. അതും ഈ കടല് സീവാളിനൊക്കെ ഒരുപാട് മേലെയാണ് നിൽക്കണം. വീട്ടിൽ നിന്നാ കാണുന്ന വിധത്തിലാണ് നിൽക്കണം. പിന്നെ എങ്ങനെ കിടന്ന് ഉറങ്ങും ഞങ്ങൾ. ഇന്ന് വെള്ളം കയറി ഓടാൻ റോഡില്ല, തെക്കോടൊക്കെ റോഡില്ല. ആൾക്കാർക്കൊന്ന് ഓടി മാറി വേറെ വഴിക്ക് പോകണോ? അത് പോകാൻ അവസ്ഥയില്ല. അങ്ങനത്തെ കണ്ടീഷനാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? വാജ്പേയി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഉണ്ടാക്കിയ റോഡാണത്. PM-RY റോഡ് ഉണ്ടാക്കിയതാണത്. പിന്നെ റോഡിന്റെ പണി ഇതുവരെ നടന്നിട്ടില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം, അല്ലാതെ ഞങ്ങളൊന്നും പോകൂല. റോഡും വേണം, ഞങ്ങൾക്ക് പുലിമുട്ടും സീവാളും വേണം, ചെല്ലാനം മോഡൽ സീവാള് വേണം. എന്നാലും ഇവിടെ നിങ്ങൾ പോവുള്ളൂ.